താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വരയ്ക്കാൻ ശ്രമിക്കില്ല. ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലറിയാൻ ചിട്ടയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കും നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. പേടിയാണ്? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. അവർ ഭയങ്കരമാനാണ്. അവർക്കിട്ട് മോതാതെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പൊ ഞാൻ എത്ര ആളുകളെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് അവരിൽ നിന്നൊരു റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുന്നുണ്ടെന്നും അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? ഏതാണ് പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എന്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാൽ കാണിച്ചു തരുവരെ. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല. ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യം എന്ന്. അതാണ് കാര്യം. ഞാനും ജപ്പാൻജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ദൈവം ഉണ്ടോ ഇല്ലയോ, മരിച്ചു കഴിഞ്ഞാൽ എവിടെ ചെല്ലും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് എത്രമാത്രം വാദോരാതെ സംസാരിക്കുകയും ചർച്ചയും ചെയ്യുന്ന സമൂഹത്തെ കണ്ടിട്ടുണ്ടോ? ഇതെന്ത് കോപ്പിലെ ചോദ്യം? ഉത്തരം പറഞ്ഞാൽ പിന്നെയും ചോദ്യം. ഇപ്പൊ ഇവിടെ ഓക്സിജൻ ഉണ്ടോ, നമ്മളിപ്പോ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? നമുക്കൊക്കെ അറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇവിടെ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാവുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഏതാ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, ചോദിക്കാതെ തന്നെ എന്തും തരും. എനിക്ക് വയസ്സാകാൻ സാധ്യത വളരെ കുറവാണെന്ന്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഞാൻ വിചാരിച്ചു എന്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അല്ല, എന്നെക്കാൾ ചെറുപ്പക്കാരനാണ്. ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? തന്നോളൂ. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇവിടെ കണ്ണി അടിച്ചു പൊട്ടിക്കും.